നമസ്കാരം, തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിൽ ജോലി ഒഴിവുകളുണ്ട്. +2 പാസ്സായവർക്കാണ് ഇപ്പോൾ അവസരമുള്ളത്. സ്റ്റെനോഗ്രാഫർ തസ്തികയിലേക്കാണ് ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുള്ളത്. വിജ്ഞാപനം വന്നിട്ടുണ്ട്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സി, ഗ്രേഡ് ഡി തസ്തികകളിലേക്കുള്ള 2026 ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ചു. വിവിധ കേന്ദ്ര മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലുമായി 100 കണക്കിന് ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. സ്റ്റെനോഗ്രാഫിയിൽ നൈപുണ്യമുള്ളവർക്കും +2 പാസ്സായവർക്കും ഈ സുവർണാവസരം പ്രയോജനപ്പെടുത്താം. നിലവിൽ ഏകദേശം 731 താൽക്കാലിക ഒഴിവുകളാണ് SSC റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഗ്രേഡ് സി, ഗ്രൂപ്പ് ബി നോൺ ഗസറ്റഡ്, ഗ്രേഡ് ഡി, ഗ്രൂപ്പ് സി എന്നീ 2 വിഭാഗങ്ങളിലായാണ് നിയമനം നടക്കുന്നത്. ഫൈനൽ വേക്കൻസി വിവരങ്ങൾ പരീക്ഷാ സമയത്തോ അതിനുശേഷമോ SSCയുടെ വെബ്സൈറ്റിൽ ലഭ്യമാകും. അപേക്ഷാ സമർപ്പണം ആരംഭിച്ചത് 2026 ഏപ്രിൽ 24-നാണ്. അവസാന തീയതി 2026 മെയ് 15 രാത്രി 11 മണി വരെയാണ്. ഫീസ് അടയ്ക്കാനുള്ള അവസാന തീയതി 2026 മെയ് 16 വരെ. തിരുത്തലുകൾ വരുത്താൻ 2026 മെയ് 20 മുതൽ 21 വരെയാണ് സമയമുള്ളത്. പരീക്ഷാ തീയതി 2026 ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസങ്ങളിലാണ് ഉണ്ടാകുക. വിദ്യാഭ്യാസ യോഗ്യത: ഉദ്യോഗാർത്ഥികൾ ഏതെങ്കിലും അംഗീകൃത ബോർഡിൽ നിന്നോ സർവകലാശാലയിൽ നിന്നോ +2 അല്ലെങ്കിൽ തത്തുല്യമായ പരീക്ഷ വിജയിച്ചിരിക്കണം. 2026 ഓഗസ്റ്റ് 1 മുൻപ് യോഗ്യത നേടിയവരായിരിക്കണം അപേക്ഷകർ. പ്രായപരിധി 1/8/2026 പ്രകാരം ഗ്രേഡ് സി ആണെങ്കിൽ 18 മുതൽ 30 വയസ്സുവരെ, 2/8/1996 മുതൽ 1/8/2008 കാലയളവിൽ ജനിച്ചവരായിരിക്കണം. ഗ്രേഡ് ഡി തസ്തികയിലേക്ക് 18 മുതൽ 27 വയസ്സുവരെ, 2/8/1999 മുതൽ 1/8/2008 കാലയളവിൽ ജനിച്ചവരായിരിക്കണം. കേന്ദ്ര സർക്കാർ ചട്ടപ്രകാരം SC/ST വിഭാഗക്കാർക്ക് 5 വർഷവും OBC വിഭാഗക്കാർക്ക് 3 വർഷവും വയസ്സിളവ് ലഭിക്കും. തെരഞ്ഞെടുപ്പ് പ്രക്രിയയും പരീക്ഷാ തീയതിയും ഇങ്ങനെയാണ്. 2 പ്രധാന ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ CBE, ഇതാണ് ആദ്യഘട്ടം. ആകെ 200 മാർക്കിൻ്റെ പരീക്ഷയിൽ ഇനി പറയുന്ന 3 വിഷയങ്ങളാണ് ഉള്ളത്. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് 50 മാർക്ക്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ 100 ചോദ്യങ്ങൾ 100 മാർക്ക്. പരീക്ഷാ സമയം 2 മണിക്കൂറാണ്. ഓരോ തെറ്റായ ഉത്തരത്തിനും 0.25 മാർക്ക് വീതം നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കും. സ്റ്റെനോഗ്രാഫി സ്കിൽ ടെസ്റ്റ് ഉണ്ട്. എഴുത്തു പരീക്ഷയിൽ നിശ്ചിത കട്ട് ഓഫ് മാർക്ക് നേടുന്നവരെ സ്കിൽ ടെസ്റ്റിനായി വിളിക്കും. ഇതിലൊരു നിശ്ചിത വേഗതയിൽ ഡിക്റ്റേഷൻ നൽകുകയും അത് കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യുകയുമാണ് വേണ്ടത്. ഗ്രേഡ് സി തസ്തികയിലേക്ക് മിനിറ്റിൽ 100 വാക്കുകളും ഗ്രേഡ് ഡി തസ്തികയിലേക്ക് മിനിറ്റിൽ 80 വാക്കുകളുമാണ് ടൈപ്പിംഗ് വേഗത വേണ്ടത്. അപേക്ഷാ ഫീസും അപേക്ഷിക്കേണ്ട രീതിയും ഇങ്ങനെയാണ്. ഉദ്യോഗാർത്ഥികൾ ssc.gov.in എന്ന പുതിയ വെബ്സൈറ്റിലൂടെയാണ് ഓൺലൈനായി അപേക്ഷിക്കേണ്ടത്. ഇതിനായി 1 ടൈം രജിസ്ട്രേഷൻ നിർബന്ധമാണ്. പൊതുവിഭാഗത്തിന്, ജനറൽ OBC വിഭാഗത്തിന് 100 രൂപയാണ് അപേക്ഷാ ഫീസ്. എന്നാൽ സ്ത്രീകൾ, SC/ST, ഭിന്നശേഷിക്കാർ, വിമുക്ത ഭടന്മാർ എന്നിവർക്ക് അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല. UPI, നെറ്റ് ബാങ്കിംഗ്, ഡെബിറ്റ്, ക്രെഡിറ്റ് കാർഡുകൾ വഴി ഫീസ് അടയ്ക്കാം. കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ മന്ത്രാലയങ്ങളിൽ മികച്ച ശമ്പളത്തോടും ആനുകൂല്യങ്ങളോടും കൂടി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു മികച്ച അവസരമാണ്. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനും SSCയുടെ വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.